മോഹൻലാലിന്റെ ഒരു പരസ്യമുണ്ട്, ഉയരം കൂടുന്തോറും കറക്റ്റാ, ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദേറും. കണ്ണൻദേവന്റെയാന്ന് തോന്നുന്നു, കണ്ണൻദേവന്റെയാന്ന് തോന്നുന്നു. അതെ, അവളോട് പറഞ്ഞു കണ്ണൻദേവന്റെയാന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ മീഡിയ ആൾക്കാരുടെ ഒരു ഗുണമാണ്. അതാണ് കണ്ണൻദേവൻ ടീയുടെ പരസ്യത്തിൽ മോഹൻലാൽ പറയുന്നതാണ്, ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, വിമർശനങ്ങൾ കൂടട്ടെ, നമുക്കെതിരെയുള്ള പുസ്തകങ്ങൾ കൂടട്ടെ, നമുക്കെതിരെയുള്ള വൃത്തികേടുകൾ പറഞ്ഞുകൂടട്ടെ, നൈറ്റിധാരികളെന്നും പിന്നെ എന്താണ് പർദ്ദധാരികളെന്നും ഒക്കെ നമ്മളെ വിളിച്ച് ഒന്നിനും കൊള്ളാത്തവര്, പ്രസവിക്കാൻ കൊള്ളാത്തവര്, മാതൃത്വമില്ലാത്തവര്, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തിണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരെന്നൊക്കെ നമ്മളെ കുറിച്ച് പറയട്ടെ. അപ്പൊ എന്താകും? സ്വാദ് കൂടും, സ്വാദ് കൂടും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ, ഇവനെ പ്രതിയാണോ? ആയിരിക്കണം. അവിടെയാണ് ഇവനെ പ്രതി ആയിരിക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ തേരാപാര നടന്നിട്ട് ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് വൃത്തികേട് കാണിച്ച്, ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് മദറിന്റെ നേരെ നോക്കി എനിക്ക് സൗകര്യമില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് മറ്റേത് മറിച്ചത്, ഇതെല്ലാം പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ആയിരിക്കരുത് ഇത് പറയുന്നത്. അതാണ് കയ്യിലിരിപ്പ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്, ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ കറക്റ്റ്, കുറച്ചു പേർക്കറിയാം, അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊളുത്താതെ നമുക്കെതിരെ അഗ്നി ഉയരണം. നമ്മൾ കൊളുത്താതെ നമുക്കെതിരെ അഗ്നി ഉയർന്നാലേ വിശുദ്ധരുണ്ടാകും. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ അൽഫോൻസാമ കൊണ്ട് പതുക്കെ സ്റ്റോപ്പായി പോയേക്കുവാണ്. അൽഫോൻസാമ കൊളുത്താതെ അൽഫോൻസാമയ്ക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്നാണ് വിശുദ്ധിയുടെ സ്ഫുലിംഗങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് സഹനങ്ങളെ ധൈര്യപൂർവ്വം സ്വീകരിക്കുവാനുള്ള ഒരു ആത്മവിശ്വാസവും ഉറപ്പും നമുക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ആദ്യത്തെ സാധനം, വിളിച്ചവൻ നോക്കിക്കൊള്ളും എന്നുള്ള ഉറപ്പ്. നമ്മളെ ആരും നന്നായിട്ട് പറയണ്ട, നമുക്ക് ആർക്കും സപ്പോർട്ട് തരണ്ട, നമ്മളെ ആരും ഇങ്ങനെ എന്താണ് വാഴ്ത്തുപാട്ടുകൾ പാടി നമ്മളെ ആരും വലിയ കാര്യമായിട്ട് ഒന്നും എടുത്തു വെക്കണ്ട. ഒരു 10 വർഷം മുമ്പ് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ വളരെ നിശബ്ദമായിട്ട് ചെയ്ത്, അറിയാവുന്ന കുരിശും വരച്ച് സന്യാസം ജീവിച്ച് സ്വസ്ഥമായി സമാധാനമായി നിന്നിടത്ത് നിന്ന് ഈ മീഡിയയുടെ അതിപ്രസരണം വന്നതോടുകൂടി ചെറിയ ചെറിയ ചില കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച്, അതുപോലെ തന്നെ മറ്റൊരു ട്രെൻഡ് രൂപപ്പെട്ടു. എവിടെയെങ്കിലും ഒരു പുരോഹിതന്റെയോ ഒരു സന്യാസിനിയുടെയോ വസ്ത്രം തിരികെ കയറ്റി ആരെങ്കിലും ഒരാൾ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ ആ സിനിമ ശ്രദ്ധിക്കപ്പെടും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു റീല്, സിനിമയുടെ പേരൊന്നും പറഞ്ഞ് വെറുതെ പ്രൊമോഷൻ കൊടുക്കുന്നില്ല, ഒരു റീല് കണ്ടു. എനിക്കറിയാം കൃത്യമായിട്ട് അത് ഏത് സിനിമയ്ക്കകത്തെയാണ്. ഈ റീലിനകത്ത് എങ്ങനെയാണ്, ഞാൻ ഞെട്ടിപ്പോയി. അവിഹിതത്തിനായി ലോഡ്ജിൽ മുറിയെടുക്കുന്ന കാമുകനും സന്യാസിനിയും എന്ന് പറഞ്ഞാണ്. എന്നിട്ട് ആ റീൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സന്യാസിനി ഒരുത്തന്റെ പുറകെ ബൈക്കിൽ കയറി പുറകെ പോകുന്നു. അപ്പൊ ഇങ്ങനെ ആൾക്കാരെല്ലാം നോക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ചോദിച്ച പോലെ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുറിയെടുക്കാം. അപ്പൊ ഇത് വേറൊന്നും ഇല്ലട്ടോ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയത്തില്ല, ഇതിന്റെ സിനിമയുടെ എൻഡിങ് എന്താണെന്നറിയത്തില്ല. ഇത് ആദ്യം കാണുന്ന ഒരു വ്യക്തിയുടെ ഫീലോട് കൂടിയാണ് ഞാൻ കാണുന്നതും മറ്റുള്ളവർ കാണുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ക്യാപ്ഷൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. കുറെ പേര് കണ്ടു കഴിഞ്ഞു. അതിന്റെ അടിയിൽ കുറെ പേര് തെറി വിളിച്ചിട്ടുണ്ട്. കുറെ പേര് പിന്നെ സന്യാസത്തെ കുറിച്ച് അവർക്ക് പറയാൻ മുട്ടിയിരുന്നതും കൂടെ അതിന്റെ അടിയിൽ കൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുന്നു. അവസാനം ഇവളുടെ അപ്പനും അവന്റെ അപ്പനും കൂടെ വരുന്നു. നീ നാട്ടുകാരെ നാണം കെടുത്താൻ ഇറങ്ങിയേക്കുവാണോടി എന്ന് ചോദിച്ചുകൊണ്ട് റോഡിലിട്ട് കന്യാസ്ത്രീയെ തല്ലുന്നു, അവനെ തല്ലുന്നു. പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ പറയുന്നു, ഇവൻ ഇവളെ കെട്ടിച്ചു കൊടുക്കും മനുഷ്യ, അപ്പോഴേ അതിന്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തീർന്നു പോകുന്നു. ഇത് കാണുന്ന ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ആദ്യം ഓർത്തടാ ഇതൊന്ന് എഴുതിയാലോ, ഫേസ്ബുക്കിൽ എഴുതിയാലോ എന്നൊക്കെ ഞാൻ ഓർത്തു. പിന്നെ ഒരെണ്ണം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഒരെണ്ണം അങ്ങ് കഴിഞ്ഞ് 2 ദിവസം ആയതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി വേണ്ട എന്ന് ഞാൻ ഓർത്തു. ഞാൻ പിന്നെ ഓർത്ത് എന്തിനാ പ്രതികരിക്കാൻ പോകുന്നത്? ഇതൊക്കെ നമുക്ക് ഊർജ്ജം കൂട്ടണം. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം നമ്മുടെ അറിവും സമ്മതവും നമ്മുടെ പങ്കാളിത്തവും ഇല്ലാതെ ഒരു സമർപ്പിതയെ സമൂഹ മധ്യത്തിൽ അടച്ചാക്ഷേപിക്കുന്നുണ്ടോ, സമൂഹ മധ്യത്തിൽ നമുക്ക് നിന്ദനമേൽക്കേണ്ടി വരുന്നുണ്ടോ, അത്രയധികം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം വിശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അനുസരണത്തിന്റെ സുഖം എന്താണെന്ന്, സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ അനുഭവിക്കണം.